വിദേശ രാജ്യങ്ങളിലേക്ക് പഠനാവശ്യത്തിനും അതുപോലെ തന്നെ ജോലി ആവശ്യത്തിനുമായിട്ട് പോകുന്നവർക്ക് എന്നുവെച്ചാൽ പ്രവാസികൾക്ക് എല്ലാവർക്കും തന്നെ നോർക്ക റൂട്ട്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡും അതുപോലെ തന്നെ ഇൻഷുറൻസ് പോളിസിയും ഉണ്ട്. അത് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അതിനാവശ്യമായ രേഖകൾ പാസ്പോർട്ട്, ലൈവ് വിസ, ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, നിങ്ങൾ എവിടെയാണോ ഏത് രാജ്യത്താണോ ആ രാജ്യത്തുള്ള അവിടുത്തെ റെസിഡൻഷ്യൽ ഡീറ്റെയിൽസും നിങ്ങൾ താമസിക്കുന്ന ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയുടെ അഡ്രസ്സ്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അപ്രൂവലാകുമ്പോൾ നിങ്ങൾക്ക് നോർക്കയുടെ ID ലഭിക്കും. ഈ ID ബൈ പോസ്റ്റായിട്ട് നിങ്ങളുടെ വീട്ടിൽ ആധാർ അഡ്രസ്സിൽ വന്നോളും. അതുകൂടാതെ നിങ്ങൾക്കത് ഡിജിറ്റലായിട്ട് നിങ്ങൾ നോർക്ക രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ലോഗിൻ ചെയ്തിട്ടുള്ള ആ ഒരു യൂസർ IDയും പാസ്വേഡും ഓർത്ത് വെച്ചാൽ അതിൽ കയറിയിട്ട് നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് ഒരു കാർഡായിട്ട് മെയിലിലോ എവിടെയെങ്കിലും ഇട്ട് നിങ്ങൾക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ട്. രണ്ടിനും 2 എമൗണ്ടാണ്. ID കാർഡ് എടുക്കുന്നതിന് വേറൊരു എമൗണ്ടും ഇൻഷുറൻസ് പോളിസിക്ക് ഏകദേശം 1000-ന് താഴെയുള്ളൊരു എമൗണ്ടുമാണ്. ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ 4 ലക്ഷം രൂപയുടെ കവറേജാണ്. എന്നാൽ ഇപ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ നോർക്ക വരുത്തിയിട്ടുണ്ട്. അത് വിദേശത്തെ മലയാളി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു രക്ഷാ പോർട്ടലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുന്ന മലയാളി വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോർട്ടൽ തുടങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ നടത്താനും അതിലൂടെ തന്നെ തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കാനും വേണ്ടിയിട്ടാണ് മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ. അതാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ യുദ്ധം പോലെയുള്ള നിർണായകമായ ചില സമയങ്ങളിൽ വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട്, ഈ ഒരു ID ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്ത് എളുപ്പം നമ്മുടെ നാട്ടിലെത്തിക്കാനും നമ്മുടെ ആവശ്യങ്ങൾ ചെയ്തു തരാനും ഗവൺമെൻറ് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പ്രവാസികൾക്ക് എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡ് നൽകണമെന്നാണ് ഇപ്പോൾ നോർക്ക റൂട്ട്സിൻ്റെ ഒരു തീരുമാനം. അതുപോലെ തന്നെ അതിനെല്ലാവരും അപ്ലൈ ചെയ്യണം. വിദേശത്തുള്ളവർക്ക് ചെയ്യാം. ഇവിടെ വന്നിപ്പോൾ ലീവിനിരിക്കുന്നവർ വിസ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. ഇതിനായിട്ട് അറിയാം അംഗമാകാം എന്ന പേരിൽ 1 മാസത്തെ പ്രചരണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ സ്റ്റുഡൻറ്റ് ID കാർഡാണ് ഇപ്പോൾ നോർക്കയുടെ പുതിയൊരു പദ്ധതി. അതെന്താണെന്ന് വെച്ചാൽ വിദേശത്ത് പഠിക്കുന്നവർക്കാണ്. അതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സാണ്. പിന്നെ നോർക്ക IDയുടെ പ്രത്യേകത, അത് സ്റ്റുഡൻറ്റ് ID ആണെങ്കിലും അല്ലെങ്കിലും അതിൻ്റെ കാലാവധി 3 വർഷമാണ്. നമ്മൾ ഇന്ന് എടുക്കുകയാണെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ എമൗണ്ട് അടച്ച് പുതുക്കിയാൽ മതി. എല്ലാം ഓൺലൈനാണ്. പിന്നെ അപകടമരണത്തിന് ഇൻഷുറൻസ് പോളിസി നമ്മൾ എല്ലാ വർഷവും പുതുക്കണം. ഇൻഷുറൻസ് പോളിസിക്ക് വിദ്യാർത്ഥികളുടെ ഈ സ്റ്റുഡൻറ്റ് ID കാർഡിന് 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് പരിരക്ഷയാണുള്ളത്. അത് സ്ഥിരമോ ഭാഗികമോ ആയ വൈകല്യങ്ങൾ നമുക്ക് അവിടെ വെച്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ വരെയും, നമ്മുടെ മരണം വരെ സംഭവിക്കാവുന്ന എന്തെങ്കിലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ ചെറിയൊരു എമൗണ്ടിന് കിട്ടുന്ന ഒരു ഇൻഷുറൻസ് പോളിസി, ഒരു പരിരക്ഷയാണത്. പ്രവാസി ID കാർഡ് എന്ന് പറഞ്ഞാൽ വിദേശത്ത് 6 മാസത്തിൽ കൂടുതൽ നമ്മൾ ജോലി ചെയ്യണം, എന്നാൽ മാത്രമേ അതിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. വിദേശത്ത് 6 മാസത്തിൽ കൂടുതൽ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യണം. അതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 18 തൊട്ട് 70 വയസ്സ് വരെയാണ്. അതിൻ്റെയും ഇൻഷുറൻസ് പരിരക്ഷ ഇപ്പോൾ 5 ലക്ഷം ആക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ 4 ലക്ഷം എന്നാണ് പറഞ്ഞത്. അത് പണ്ട് 4 ലക്ഷം എമൗണ്ടായിരുന്നു പോളിസിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപകട മരണത്തിന് 5 ലക്ഷം രൂപയും ഭാഗികമായോ സ്ഥിരമായോ ഉള്ള അംഗവൈകല്യങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ ലഭിക്കും. അതുപോലെ തന്നെ പ്രവാസി രക്ഷാ പോളിസി വിദേശത്തോ ഇന്ത്യയിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ 6 മാസത്തിൽ കൂടുതൽ ജോലിയുള്ള താമസിക്കുന്നവർക്കാണ്. അതിൻ്റെ പ്രായം, അത് ഈ സുരക്ഷാ പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി ഇതിനോടൊപ്പം ഉണ്ട്. അത് ഏകദേശം 18 തൊട്ട് 60 വയസ്സ് വരെയാണ്. അത് നമുക്ക് ഈ ID കാർഡ് എടുക്കുമ്പോൾ അതിനൊപ്പം തന്നെ നമുക്ക് ഈ പോളിസി എടുത്ത് പോകാം. പോളിസി വേണ്ടാന്നുണ്ടെങ്കിൽ ID കാർഡ് മാത്രമായിട്ട് എടുക്കാവേ. ആ ഒരു പോളിസിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗുരുതര രോഗങ്ങൾ ഉള്ളവർക്ക് 1 ലക്ഷം രൂപ വരെയും, അതുപോലെ തന്നെ അപകട മരണത്തിന് 3 ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത്. അത് പോളിസിക്കും. ID കാർഡിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. ID കാർഡിൽ എന്തെങ്കിലും നിർണായകമായ സാഹചര്യങ്ങൾ വരുമ്പോഴും നമുക്ക് ആ ഒരു
അപകട മരണത്തിന് 5 ലക്ഷം രൂപയാണ്. അത് ID കാർഡിന്. പ്രവാസി രക്ഷാ പോളിസിക്ക് വരുമ്പോൾ അത് രോഗങ്ങൾക്ക് 1 ലക്ഷവും അപകട മരണത്തിന് 3 ലക്ഷം വരെയും 4 ലക്ഷം വരെയാണ് കേട്ടോ. പോളിസിക്ക് അപകട മരണത്തിന് 4 ലക്ഷം രൂപയാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നോർക്ക റൂട്ട്സിൻ്റെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായി മനസ്സിലാക്കും. അത് നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ചെയ്യുന്ന സെൻറ്ററുകളിലോ അല്ലെങ്കിൽ ഞങ്ങളോടോ പറഞ്ഞാൽ മതി. നിങ്ങൾ ഓഫീസിൽ നേരിട്ട് വരണമെന്നില്ല. നിങ്ങളിപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9947234215 ആണ്. ഈ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ട് തന്നാൽ ഞങ്ങളത് ഓൺലൈനായി നിങ്ങൾക്ക് ചെയ്തു തരാം. ആരും ഓഫീസിൽ വരണമെന്നില്ല. ചെയ്ത് കഴിയുമ്പോഴത്തെ കിട്ടുന്ന റെസിപ്റ്റ് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞു തന്ന് നിങ്ങൾക്ക് ആ ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഇൻഷുറൻസ് പോളിസി കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അതിൻ്റെ പോളിസിയുടെ പേപ്പറും ഉണ്ടാവും, അതും തരാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങളെല്ലാ ഡോക്യുമെൻറ്റ്സും ഇട്ടാൽ മതി. പിന്നെ ഞങ്ങളുടെ ഓഫീസ് നമ്പർ 0477406991 എന്നാണ്. അത് 10 തൊട്ട് 5 മണി വരെ ഫോൺ ആക്റ്റീവായിരിക്കും. ഈ നോർക്കയുടെ പുതിയ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ മതി.